ഇനി നമ്മൾ CPIM-ൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ആണ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച പ്രാഥമികമായ ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്നത്. അങ്ങനെ സംസ്ഥാന നേതൃത്വം അത് വിശദമായി പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും, ഒപ്പം വെട്ടിത്തിരുത്തലുകൾ ഉണ്ടാകും. അതിനുശേഷം രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ എതിരാളികൾ ആരെ എന്നതൊക്കെ നോക്കി ചിലപ്പോൾ പിന്നീടും തീരുമാനങ്ങളിൽ മാറ്റം ഉണ്ടായേക്കാം. ഇതാ പാലക്കാട് നിന്ന് അങ്ങനെ ഒരു പേര് തന്നെയാണ് നമുക്ക് ആദ്യം പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. ആ പേര് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. പി സരിന്റെ പേര് തന്നെയാണ്. പി സരിൻ കോൺഗ്രസിന്റെ മുഖമായിരുന്നു എന്ന് മാത്രവുമല്ല, അവിടെ സൈബർ പോരാളികളിൽ മുന്നിൽ നിന്നിരുന്ന ഒരു കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു സരിൻ. പക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സരിന് സീറ്റ് നൽകുന്നില്ല. അങ്ങനെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ മാറ്റി പി സരിൻ ഇടതുപാളയത്തിലേക്ക് എത്തി അവിടെ മത്സരിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ, അതായത് രാഹുൽ മാങ്കൂട്ടം വിജയിച്ച തെരഞ്ഞെടുപ്പിൽ പി സരിൻ പരാജയപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ പി സരിനെ തന്നെയാണ് പാലക്കാട് മത്സരിപ്പിക്കേണ്ടത് എന്ന ഒരു നിർദ്ദേശം ആണ് ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് വിവരം. അതോടൊപ്പം തന്നെ മറ്റു മുന്നണികളുടെ കൂടി തീരുമാനം അറിഞ്ഞ ശേഷം മതി ഇത് സംബന്ധിച്ച ഒരു ധാരണയിലേക്ക് എത്താൻ എന്നും ജില്ലാ ഘടകം പറയുന്ന സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. എന്തായാലും സരിനായിരുന്നു ശരി എന്ന നിലയിലൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ വലിയ തോതിൽ സൈബർ ഇടങ്ങളിൽ ക്യാമ്പയിനുകൾ അടക്കം നടന്നിരുന്നു എന്നത് അറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി സരിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടെ സരിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നാണ് ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത്. ഒപ്പം ആലത്തൂര്, നെന്മാറ ഈ രണ്ട് മണ്ഡലങ്ങളിലും ടേം പൂർത്തിയാക്കിയവർ മാറി നിൽക്കുക എന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. ആലത്തൂരിൽ അതുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പൊന്നുക്കുട്ടനെ മത്സരാർത്ഥിയാക്കണം എന്നതാണ് നിർദ്ദേശം. നെന്മാറയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമന്റെ പേരാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. തൃത്താലയിൽ മാറ്റമൊന്നുമില്ല. അവിടെ മന്ത്രി MP രാജേഷ് തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇങ്ങനെയാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. വിശദാംശങ്ങളുമായി CV അനുമോദ് ആണ് ഉള്ളത്. അനുമോദ്, ഇതിലിപ്പോൾ MP രാജേഷിനെ പോലെയുള്ളവർ മത്സരത്തിൽ ആവർത്തിക്കുന്ന സാഹചര്യം, 2 ടേം പൂർത്തിയായവരെ മാറ്റി നിർത്തുന്ന പശ്ചാത്തലം, പാലക്കാട് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ആകാൻ പോകുന്ന മണ്ഡലമാണ്. അതിൻ്റെ രാഷ്ട്രീയ പരിസരം നമുക്ക് എല്ലാവർക്കും അറിയാം. BJP ഒരുപക്ഷെ വനിതാ സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ മത്സരരംഗത്തുണ്ടാകുമോ എന്ന സംശയമൊക്കെയുണ്ട്. എങ്ങനെയാണ് പാലക്കാട്ട് നിന്ന് CPIM സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പേരുകളിലേക്ക് എത്തിപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, പാലക്കാട് ഇടതുപക്ഷത്തിന് ഏറെ മേൽക്കൈയുള്ള ഒരു ജില്ലയാണ്. അവിടെ എല്ലാ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും അവർക്ക് മേധാവിത്വമുണ്ട്. അവർ തന്നെയാണ് വിജയിച്ചത്. മണ്ണാർക്കാടും പാലക്കാടും ഒഴികെ മറ്റെല്ലായിടത്തും LDF തന്നെയാണുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ടും CPIക്കുള്ളത് പട്ടാമ്പി സീറ്റ് മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഒരു CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചയിൽ തീരുമാനങ്ങളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പി സരിൻ വീണ്ടും പാലക്കാട് മത്സരിക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സരിൻ ഇടതുപക്ഷത്തേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരികയും അവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങളും പി സരിനാണ് ശരിയെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ഒക്കെ തന്നെ വളരെ സജീവമായിട്ട് മണ്ഡലത്തിലുണ്ടായ വിഷയങ്ങളാണ്. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം മുതൽ തന്നെ അഗ്രസീവായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിയ വ്യക്തി എന്ന നിലത്തിൽ പി സരിൻ്റെ നിലപാടുകളാണ് ശരിയെന്ന ഈ ഘട്ടത്തിൽ പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിഷയമാക്കി കൊണ്ടുവരാൻ കഴിയുമെന്നും സരിനെ മുൻനിർത്തിയുള്ള പോരാട്ടം പാലക്കാട് മണ്ഡലത്തിൽ വിജയം കാണുമെന്നൊരു വിലയിരുത്തലാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നത് മറ്റൊരു ഘട്ടത്തിലായിരിക്കും. മിക്കവാറും സ്ഥാനാർത്ഥികളെ UDFും BJPയും പ്രഖ്യാപിച്ച ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ പ്രഖ്യാപനത്തിലേക്ക് എത്തുക. പക്ഷേ സരിൻ്റെ പേരാണ് പാലക്കാട് മണ്ഡലത്തിൽ വീണ്ടും വന്നിരിക്കുന്നത്. സരിൻ നേരത്തെ ഷൊർണൂരോ ഒറ്റപ്പാലമോ ഒക്കെ മത്സരിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കണമെന്നൊരാവശ്യമാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 MLAമാർ, 2 ടേം പൂർത്തിയാക്കിയ 2 MLAമാർ അവർ ഈ ടേം വ്യവസ്ഥ കർശനമാക്കുകയാണെങ്കിൽ മാറേണ്ടി വരും എന്ന തരത്തിലാണ് പ്രധാനമായിട്ടും ചർച്ച ഉയർന്നിരിക്കുന്നത്. അതിൽ ആലത്തൂരിലെ KD പ്രസിഡന്റും നെന്മാറയിലെ K ബാബു രണ്ടുപേരും 2 ടേം പൂർത്തിയാക്കിയവരാണ്. അവർക്ക് പകരം ചിലരെ പ്രഖ്യാപിക്കുകയാണ്, 2 പേർക്ക് പകരം പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആലത്തൂർ ജില്ലാ സെക്രട്ടറി അംഗം വി
പൊന്നുകുട്ടനും നെന്മാറയിൽ കൊല്ലംകോട് ഏരിയ സെക്രട്ടറിയും നെന്മാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ പ്രേമനുമാണ് ഈ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ രണ്ടുപേർ. മറ്റ് എല്ലാ സീറ്റുകളിലും നിലവിലെ MLA-മാർ ആയിട്ടുള്ളവർ തന്നെ തുടരാനാണ് സാധ്യത. തൃത്താലയിൽ MP രാജേഷ് വീണ്ടും മത്സരിക്കുമെന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പാലക്കാട് ജില്ല അവരുടെ വലിയ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. അവിടെ അവർക്ക് നഷ്ടമായ ഒരേ ഒരു സീറ്റ് അല്ലെങ്കിൽ ലഭിക്കാതെ പോകുന്നൊരു സീറ്റ് പാലക്കാടാണ്. അത് സരിനിലൂടെ പിടിച്ചെടുക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇവിടെ വീണ്ടും ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലൊന്നും ആശങ്കയുണ്ടാകുന്ന സാഹചര്യമല്ല എന്നുള്ളതും ഇടതുപക്ഷം CPM വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ MP രാജേഷ് തൃത്താലയിൽ വീണ്ടും മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന ഇടമായിട്ട് തൃത്താല മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ഒരുപക്ഷെ VT ബൽറാം വീണ്ടും മത്സരിക്കുമോ UDF-ൻ്റേതായിട്ടുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകുമോ, P. സരിൻ മത്സരത്തിന് വീണ്ടും ഇറങ്ങുമോ എന്നീ കാര്യങ്ങളിലാണ് ഇനിയൊരു കൃത്യമായ മറുപടി കിട്ടേണ്ടത്. എന്താണെങ്കിലും UDF-ൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമേ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷം പ്രഖ്യാപിക്കും. ഒരുപക്ഷെ സരിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും UDF-ൻ്റെയും BJP-യുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക എന്ന വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അഭിലാഷ്. യെസ്, അങ്ങനെ പാലക്കാട്ട് നിന്നും പ്രാഥമികമായ ഒരു പട്ടിക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അത് പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് സംസ്ഥാന നേതൃത്വം അത് വിശദമായി പരിശോധിക്കും. അതിനുശേഷം ആയിരിക്കും ഇതിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. രാഷ്ട്രീയ സാഹചര്യം കൂടി വിലയിരുത്തി ആയിരിക്കും ഈ സ്ഥാനാർത്ഥികളെ കൃത്യമായി ഇതേ പേരുകൾ തന്നെയാണോ അന്തിമ ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ. പ്രിയ പ്രേക്ഷകരെ, ഇത്തരത്തിൽ പാലക്കാട് നിന്നുള്ള ഈ യോഗങ്ങൾ, അതായത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച യോഗം നടന്നത് വിജയരാഘവന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ പിന്നെ വിജയരാഘവൻ ഇനി സ്ഥാനാർത്ഥിയായി വരുമോ എന്നതും നമുക്കറിയേണ്ടതുണ്ട്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ നിന്ന് മറ്റാരെങ്കിലും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. അതിന് ഡൽഹിയിൽ നിന്നാണ് ഉത്തരം വരേണ്ടത്. പ്രവർത്തനം, അതായത് ഈ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ളവർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പല ടേമുകളിൽ മത്സരിക്കുന്ന ആളുകളാണ്. പാർട്ടിയുടെ ഒരു പ്രവർത്തന രീതി അനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ വിജയരാഘവൻ ഇത്തവണ മത്സര രംഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പിണറായിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുമതിയും ഇന്ന് ചേരുന്ന പൊളിറ്റ് ബ്യൂറോ ആണ് നൽകാൻ പോകുന്നത്. ജില്ലകളിൽ നിന്നുള്ള പട്ടിക നാളെയാണ് തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയുടെ പേര് കണ്ണൂരിൽ നിന്ന് ജില്ലാ ഘടകം നൽകിയിട്ടില്ല എന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. AN ഷംസീറിൻ്റെ പേര് നൽകിയിട്ടില്ല എന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്തരം സാഹചര്യത്തിൽ അങ്ങനെ പേരുകൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നതിലും അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.